ജൂൺ 6 വിശുദ്ധ നോർബർട്ട്. ജനനം 1080, മരണം 1134. മെത്രാൻ. പ്രിമോൺസ്ട്രൻസസ് നോർബർട്ടൻസ് എന്ന സന്യാസ സഭയുടെ സ്ഥാപകനാണ് വിശുദ്ധ നോർബർട്ട്. അദ്ദേഹം ജർമ്മനിയിലെ റൈൻലാൻഡിൽ സാൻഡോൺ നഗരത്തിൽ 1080 ഒരു രാജകുടുംബത്തിൽ ജനിച്ചു. പഠനത്തിന് സമർത്ഥനായിരുന്നു. സുഖമായി ജീവിക്കണമെന്ന് മാത്രമേ വിചാരമുണ്ടായിരുന്നുള്ളൂ. 5ാം പട്ടം സ്വീകരിച്ചപ്പോൾ പോലും ലൗകിക ലക്ഷ്യങ്ങളിൽ നിന്ന് വിമുക്തനായിരുന്നില്ല. ഉല്ലാസപ്രിയനായ നോർബർട്ട് കൂടുതൽ നിയന്ത്രണം വന്നേക്കുമെന്നുള്ള ഭയത്താൽ 5ാം പട്ടം കഴിഞ്ഞ് മുന്നോട്ടു പോയില്ല. അദ്ദേഹത്തെ ബന്ധിച്ചിരുന്ന അലസതാ ശൃംഖലയെ ഭേദിക്കാൻ ഒരു അസാധാരണ അനുഗ്രഹം വേണ്ടിയിരുന്നു. ഒരിക്കൽ ഒരു മൈതാനത്തുകൂടെ കുതിരപ്പുറത്ത് സവാരി ചെയ്യുമ്പോൾ കാറും കോളും വരികയും കുതിര ഭയന്ന് നോർബർട്ടിനെ തള്ളി താഴെയിടുകയും അവിടെ ബോധമില്ലാതെ 2 മണിക്കൂർ കിടക്കുകയും ചെയ്തു. ബോധം വന്നപ്പോൾ സാവൂളിനെ പോലെ നോർബർട്ട് ചോദിച്ചു, കർത്താവേ, ഞാൻ എന്തു ചെയ്യണമെന്നാണ് അങ്ങയുടെ തിരുമനസ്? ആന്തരികമായ ഒരു സ്വരം ശ്രാവ്യമായി, തിന്മയിൽ നിന്നകന്ന് നന്മ ചെയ്യുക, സമാധാനത്തെ പിന്തുടരുക. അനുതാപപൂരിതനായ നോർബർട്ട് കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകുന്നതിനു പകരം മൗനവും ഏകാന്തതയും ഭജിച്ചു. രോമച്ചട്ട ധരിച്ചു. പ്രാർത്ഥനയിലും ധ്യാനത്തിലും നിമഗ്നനായി. വിശുദ്ധ സിഗ്ബർട്ടിന്റെ സെമിനാരിയിൽ വെച്ച് നടത്തിയ ധ്യാനം കൂടുതൽ മാനസാന്തരത്തിന് വഴിതെളിച്ചു. 2 കൊല്ലവും കൂടി ഒരുങ്ങിയ ശേഷം പുരോഹിത പട്ടം സ്വീകരിച്ചു. 40 ദിവസത്തെ ഒരു ധ്യാനവും കൂടി കഴിച്ചാണ് പ്രഥമ ദിവ്യബലി സമർപ്പിച്ചത്. സുവിശേഷ വായനയ്ക്ക് ശേഷം ലൗകിക സുഖങ്ങളുടെ മായാസ്വഭാവത്തെപ്പറ്റി അദ്ദേഹം സംസാരിച്ചു. പിറ്റേ ദിവസം ചാപ്റ്റർ യോഗത്തിൽ തങ്ങളുടെ സഭയിലുള്ള അഴിമതികൾ ഫാദർ നോർബർട്ട് ചൂണ്ടിക്കാണിച്ചു. കുറെ പേർ പരിഷ്കാരങ്ങൾ സ്വീകരിച്ചു. കുറെ പേർ അദ്ദേഹത്തെ നഖശികാന്തം എതിർത്തു. തനിക്കുണ്ടായിരുന്ന സമ്പാദ്യമെല്ലാം ദരിദ്രർക്ക് കൊടുത്ത ശേഷം ജലാസിയൂസ് മാർപ്പാപ്പയുടെ അടുക്കൽ ഒരു മുഴുവൻ കുമ്പസാരം കഴിച്ചു. സൗകര്യമുള്ളിടങ്ങളിലെല്ലാം സുവിശേഷം പ്രസംഗിക്കാനുള്ള അനുവാദം അദ്ദേഹം വാങ്ങി. ഞായറാഴ്ചകളിൽ ഒഴികെ മറ്റ് ദിവസങ്ങളിൽ സന്ധ്യാസമയം വരെ ഒന്നും ഭക്ഷിച്ചിരുന്നില്ല. അക്കാലത്ത് മാർപ്പാപ്പയുടെ അനുവാദത്തോടുകൂടെ പ്രിമോൺസ്ത്രേൻസിയൻ സന്യാസ സഭ അദ്ദേഹം ആരംഭിച്ചു. ഇടവക വൈദികരുടെ ജോലിയും ചെയ്യണം, സന്യാസ നിയമങ്ങൾ പാലിക്കുകയും വേണം. അഗസ്റ്റീനിയൻ സഭയുടെ പരിഷ്കൃത നിയമങ്ങളാണ് അദ്ദേഹം സ്വീകരിച്ചത്.